കുട്ടനാടുകാരുടെ കളിയാണ് ഇത് കളി ഈ വള്ളംകളി. നമ്മൾ ആ നെഹ്റു ട്രോഫി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഏറ്റവും മനോഹരമായ കയ്യൊപ്പോടുകൂടി ഇന്ത്യയിൽ നടക്കുന്ന ഏക വള്ളംകളിയാണ് ആ ട്രോഫിയോടുകൂടി. നമ്മൾ തീരുമാനിച്ചു, അത് അവിടെയും മന്ത്രിയോട് ഉണ്ട്. നമ്മൾ നേരത്തെ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് കാലത്ത് തന്നെയാണ് ഒരു പെർമനൻറ്റ് ഗ്രാൻഡ് അന്നൊന്നും ഇല്ലായിരുന്നു. ഗവൺമെൻറ് വേണമെങ്കിൽ കൊടുക്കാം, വേണ്ടെങ്കിൽ കൊടുക്കാം, അതായിരുന്നു സ്ഥിതി. പക്ഷെ ഇതിനോട് കാരണം ഇത് ഇപ്പം CBI അതൊന്നും കൊടുക്കുന്നതിനൊന്നും ഞാൻ എതിരല്ല. പക്ഷെ നെഹ്റു ട്രോഫിയിൽ നിന്നാണ് CBI എല്ലാം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഉണ്ടാവില്ലല്ലോ. ഇതിന് പൈസ കൊടുക്കില്ല, അതിന് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അതെനിക്ക് ആ യുക്തി ഒട്ടും മനസ്സിലാവുന്നേ ഇല്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ പൈസ പോലും ഈ പ്രാവശ്യം കിട്ടിയിട്ട് ഇപ്പം കഴിഞ്ഞ ഒരാഴ്ച കൊണ്ടാണ് കിട്ടിയിട്ടില്ല. കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചത് കിട്ടിയിട്ടേ ഇല്ല. നമ്മൾ പരമാവധി പറഞ്ഞിട്ട് അവർ പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ അത് സെക്രട്ടറി ഒന്ന് ഫോളോ അപ്പ് ചെയ്താൽ ഞാനും അവിടെ ടൂറിസം സെൻട്രൽ സെക്രട്ടറിയോട് പറഞ്ഞ് ആ വാറ്റും കൊടുപ്പിക്കാൻ പറയാം. അപ്പോൾ ഈ പ്രാവശ്യം മന്ത്രിയുടെ ഒരു പ്രത്യേകമായ താല്പര്യം കൊണ്ട് ഈ തുക വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കമ്മിറ്റിയുടെ മുമ്പാകെ ഞാനൊരു ഉദ്ദേശം വെച്ചു. അത് കമ്മിറ്റി അംഗീകരിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതായത് കളിക്കാരുടെ ബോണസ് 10% ഇൻക്രീസാണ് തീരുമാനിച്ചിരുന്നത്. അത് 25% വർദ്ധിക്കാൻ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. 25%. അതുപോലെ നമ്മൾ ഈ നെഹ്റു ട്രോഫി ഇത്രയും വലിയ അന്താരാഷ്ട്ര മത്സരം, അതിൻ്റെ പ്രൈസ് മണി എന്ന് പറഞ്ഞാൽ 1ാം സ്ഥാനത്തിന് 2ാം സ്ഥാനത്തിന് പ്രൈസ് മണി 5 ലക്ഷം രൂപയും 3 ലക്ഷം രൂപയൊക്കെയാണ്. അത് നമ്മൾ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. 25 ലക്ഷം രൂപയായിരിക്കും ഈ വർഷം നെഹ്റു ട്രോഫി വിൻ ചെയ്യുന്ന ടീമിന് കൊടുക്കുന്ന ട്രോഫി. 2ാം സ്ഥാനക്കാർക്ക് 20 ലക്ഷം രൂപയും 3ാം സ്ഥാനക്കാർക്ക് 15 ലക്ഷം രൂപയുമായിരിക്കും. അപ്പോൾ ഈ വള്ളംകളിയെ കുറേ കൂടി ആകർഷകത്വമാക്കാൻ വേണ്ടിയിട്ടുള്ള ഫലപ്രദമായ ഇടപെടലാണ് ഇന്ന് NDBR കമ്മിറ്റിയിൽ നേരിട്ട് വന്നുകൊണ്ട് ടൂറിസം മിനിസ്റ്റർ ചെയ്തത്. അത് സത്യത്തിൽ വള്ളംകളിക്കാർക്കും വള്ളമുടമകളുടെ ഒരു നിവേദനം ഉണ്ട്. അതിപ്പോൾ മന്ത്രി ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മെയിൻ്റനൻസ് ഗ്രാൻറ്റിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് ആലോചിച്ചിട്ട് അക്കാര്യത്തിൽ അനുഭാവപൂർണ്ണമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ദിവസം നെഹ്റു ട്രോഫിക്കും ആലപ്പുഴയിലെ ടൂറിസത്തിനും നല്ല ദിവസമാണ്. അതിന് പ്രത്യേകിച്ച് സ്പെഷ്യൽ താങ്ക്സ് ടു മിനിസ്റ്റർ, സെക്രട്ടറി, ഡയറക്ടർ. താങ്ക്സ്.